അപ്പോഴേ ഓവനൊന്നും ഇല്ലെന്ന് പറഞ്ഞ ബേക്കിംഗ് ഒന്നും ചെയ്യാത്തവർ ഇവിടെ കമോൺ, നമുക്കിതൊന്നും ഇല്ലാതെ ഒരു ബണ്ണുണ്ടാക്കിയാലോ? വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഞാൻ പ്രൊഫഷണൽ ബേക്കറൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 300 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ കുറച്ച് ഇളം ചൂടുപാൽ. ഇത് 1 കപ്പോളം ഞാൻ എടുത്തു, പക്ഷെ മുഴുവൻ വേണ്ടി വന്നില്ല. മൈദയിൽ അല്പാൽപമായി പാല് ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടെ അയഞ്ഞ് അത് ഒന്ന് കുഴിച്ചെടുക്കണം. അതിനുശേഷം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി 2 മണിക്കൂറോളം ഞാൻ മൂടി വെച്ചു. ഈ സമയം കൊണ്ട് മാവ് ഡബിൾ സൈസായി വന്നു. അപ്പോൾ നമ്മൾ ഈ മാവ് ഒരു തവണ കൂടി നല്ലവണ്ണം കുഴയ്ക്കണം. നല്ലവണ്ണം കുഴച്ചാൽ മാത്രമേ നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റായി കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം സോഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും സോഫ്റ്റായി കുഴയ്ക്കുക. അത് കഴിഞ്ഞ് റോൾ ചെയ്തതിന് ശേഷം ചെറിയ പീസായി മുറിച്ചെടുക്കുക. അതിന് ശേഷം ഇതെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് അകലത്തിൽ വേണം ഇത് വെച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് വീണ്ടും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ചുകൂടി വലുതാകും. ഈ സമയം കൊണ്ട് ഞാനൊരു പഴയ പാത്രം വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം ഞാൻ ഈ ബോളുകളിലേക്ക് കുറച്ച് എഗ്ഗ് ബീറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിൽ വെച്ച് അടച്ച് ഒരു 40 മിനിറ്റോളം ഇവിടെ എനിക്ക് എടുത്തായിരുന്നു. സിമ്മിൽ, ഒരു മീഡിയം സിമ്മിലിട്ട് ഞാൻ കുക്ക് ചെയ്തെടുത്തു. അപ്പോഴേക്കും നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്തതിന് ശേഷം ഉടനെ തന്നെ കുറച്ച് ബട്ടർ ഇതിൽ സ്പ്രെഡ് ചെയ്തു. ഇപ്പോൾ ഒരു ടേസ്റ്റും കുറച്ച് സോഫ്റ്റ്നെസ്സും ഇത് കിട്ടും. അപ്പോൾ ബണ്ണ് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ